ഒരു പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി എടപ്പാളിന്റെ മുഖമുദ്രയായി ഐശ്വര്യ ഗോൾഡ് പാലസ്. 916 BIS ഹോൾമാർക്ക് HUID സ്വർണ്ണാഭരണങ്ങൾ. ഏറ്റവും പുതിയ മോഡലുകളിലുള്ള ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുകൾ. വിവാഹ പാർട്ടികൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സ്വർണ്ണവില വർധനവിൽ നിന്നും പരിരക്ഷ ലഭിക്കുന്നതിന് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. തൂക്കത്തിലും വിലയിലും കുറവില്ലാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ സ്വർണ്ണാഭരണങ്ങൾ എടുക്കാൻ സുവർണാവസരം. പത്തരമാറ്റിന്റെ പാരമ്പര്യം. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ. ഫോൺ 04942680 416. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീൻ. അമ്മാ ബഅദ്. റമളാൻ വളരെ വേഗത്തിലാണ് നമ്മോട് യാത്ര പറയുന്നത്. പെട്ടെന്ന് വന്ന വിരുന്നുകാരൻ പെട്ടെന്ന് പോകുന്ന പോലെയുള്ള ഒരു ഫീലാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമളാൻ നമുക്ക് നൽകുന്നത്. റമളാനിന് മുമ്പ് 2 മാസങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചാണ് റമളാൻ നമുക്ക് ലഭ്യമായത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാന വ ബല്ലിഗ്നാ ശഹ്റ റമളാൻ. അല്ലാതെ നമ്മൾ പ്രാർത്ഥിച്ചു. അങ്ങനെ റമളാൻ അള്ളാഹു നമുക്ക് എത്തിക്കുകയും ചെയ്തു. ഒരു ഗിഫ്റ്റായിട്ടാണ്, ഒരു സമ്മാനമായിട്ടാണ് റമളാനിനെ അള്ളാഹു നൽകിയത്. എത്ര ആളുകൾക്ക് ആ റമളാനിനെ അതേ തലത്തിൽ അതിൻ്റെ അർത്ഥതലങ്ങളിൽ, അല്ലെങ്കിൽ ആ റമളാൻ കൊണ്ട് എന്താണോ ലക്ഷ്യം, ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് കഴിയും വിധം എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത്. റമളാൻ പരിവർത്തനത്തിൻ്റെ ഒരു മാസമാണ്. പരിവർത്തനമെന്ന് പറയുമ്പോൾ ഒരുപാട് പാപങ്ങൾ ചെയ്ത ആളുകൾക്ക് രക്ഷപ്പെടാനുള്ള അതിനുള്ളൊരു മാനസികമായ പരിവർത്തനം, അതാണ് വളരെ പ്രധാനമായും റമളാൻ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ 2-3 ഗുണങ്ങൾ ഈ റമളാനിൽ നിന്ന് നേടിയെടുക്കാൻ നമുക്ക് കഴിയണം. ഒന്ന്, പശ്ചാത്താപിക്കുന്ന ഒരു മനസ്സ്. അത് റമളാനും കൊണ്ടുണ്ടാകേണ്ട ഒരു നേട്ടമാണ്. പശ്ചാത്താപിക്കുന്ന അല്ലെങ്കിൽ പശ്ചാത്താപിച്ച ഒരു മനസ്സ്. മറ്റൊരു കാര്യം പരിപൂർണമായ ക്ഷമ. ഈ 2 കാര്യങ്ങളിലൂടെയാണ് ഇന്ന് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധമായ റമളാനിൻ്റെ നോമ്പ് കൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചൊരു കാര്യം പശ്ചാത്താപിക്കുന്ന ഒരു മനസ്സുണ്ടാക്കുക എന്നതാണ്. തൗബ വളരെ പ്രധാനമാണല്ലോ. നമ്മളൊക്കെ തൗബയെക്കുറിച്ച് അറിയുന്നവരാണ്. എന്തിനാണ് ഈ തൗബ ചെയ്യേണ്ടത്? നോക്കൂ, ഈ റമളാൻ നമ്മളൊക്കെ മനസ്സിലാക്കിയ പോലെ അത് കഴിയുമ്പോഴേത്തിന് ഒരു മനുഷ്യനെ 100% സ്വർഗത്തിലേക്ക് പാകപ്പെടും വിധമുള്ള മാറ്റം അതുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ റമളാൻ അതുകൊണ്ട് യാതൊരു പ്രതിഫലവും നമുക്ക് ലഭ്യമാകാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ പ്രവാചകർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറുകയാണ്. മിമ്പറിലേക്ക് കയറുന്ന സമയം 3 തവണ ആമീൻ 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 എന്ന് പുണ്യ റസൂൽ പറഞ്ഞു. അങ്ങനൊരു സാധാരണ ഒരു പ്രയോഗം ഉണ്ടാകാറില്ല. സാധാരണയിൽ വ്യത്യസ്തമായി ഈ ആമീൻ എന്ന പ്രയോഗം അവിടുത്തെ അനുചരന്മാരിൽ ജിജ്ഞാസയുണ്ടാക്കി. എന്താണെന്ന് അറിയില്ലല്ലോ. പ്രവാചകനോട് ചോദിച്ചു, റസൂലല്ലാ, അള്ളാഹുവിൻ്റെ നബിയെ, സാധാരണയിൽ വ്യത്യസ്തമായി അങ്ങ് ആമീൻ 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 എന്ന് പറയാനുള്ള കാര്യമെന്താണ്? പുണ്യ റസൂൽ പറഞ്ഞു കൊടുത്തു. ഒന്ന്, ഒരാളുടെ ജീവിതത്തിൽ മാതാപിതാക്കൾ പ്രായാധിക്യം കൊണ്ട് എത്തിയ ആളുകൾ ഉണ്ടാകുന്നു. ഒരു മോൻക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടാകുന്നു.
പക്ഷേ ആ മാതാപിതാക്കളെ കൊണ്ട് ഗുണം നേടാൻ അവനക്ക് കഴിഞ്ഞില്ല. എന്നാൽ അള്ളാഹു അവൻ്റെ റഹ്മത്തിനെ തൊട്ട് അവനെ വിദൂരമാക്കട്ടെ ഇന്ന് ജിബ്രീൽ അലൈഹി സ്വലാം ദുആ ചെയ്യാണ്. ഫഖുൽതു ആമീൻ. അപ്പം ഞാൻ ആമീൻ പറഞ്ഞു. സന്ദർഭോചിതമായി പറയട്ടെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ടല്ലോ. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമ്മളെക്കൊണ്ട് വേദനിക്കാൻ ഇടവരരുതേ. നമ്മുടെ ഉമ്മയും ഉപ്പയും, അതല്ലെങ്കിൽ അമ്മ അച്ഛൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആ ഒരു വലിയ, നമ്മളാൽ പലപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ആരോടെങ്കിലും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഏറെ കടപ്പെട്ടത് നമ്മുടെ ഉമ്മയും ഉപ്പയും, നമ്മുടെ മാതാപിതാക്കൾ. ഒരുപക്ഷെ ഭൗതിക ചിന്തകൾ മനുഷ്യൻ അതിൽ നിന്നെല്ലാം പിറകോട്ട് കൊണ്ടുവന്ന് അവസാനം ജീവിപ്പിച്ച മാതാപിതാക്കളെ നീ എന്തിനെന്നെ ജീവിപ്പിച്ചു എന്ന് ചോദിക്കുന്ന തലത്തിലേക്ക് മനുഷ്യരെത്തിച്ചേരുകയാണ്. ഒരു പ്രകൃതിയുടെ പ്രതിഭാസമായി ഞാൻ ഉണ്ടായി എന്നതൊഴിച്ചാൽ നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന്, അല്ലെങ്കിൽ നീ എന്തിന് എന്നെ ചുമന്നു എന്ന് ചോദിക്കുന്ന അങ്ങേയറ്റം കാടത്തു നിറഞ്ഞ ഒരു ഘട്ടത്തിൽ നമ്മൾ സഞ്ചരിക്കേണ്ടി വന്നു എന്നത് ഏറെ ദുഃഖകരമായി തന്നെ പറയാൻ കഴിയും. പരിശുദ്ധ ഇസ്ലാം അങ്ങനെയല്ല പഠിപ്പിച്ചത്. നിന്റെ മാതാവ് അത് ഏറ്റവും വിലപ്പെട്ടതാണ്, എത്രയോ വിലമതിക്കാനാകാത്ത, എത്രയോ കടപ്പാടുള്ള വലിയൊരു ബന്ധമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, ഉപ്പ. മാതാവിനെക്കുറിച്ച് പലപ്പോഴും പല പ്രഭാഷണങ്ങളിൽ നമ്മൾ പറയാറുണ്ട്. മാതാവിനെക്കുറിച്ച് നമ്മളൊക്കെ മനസ്സിലുണ്ട്, പക്ഷേ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു ഭാഗമാണ് നമ്മുടെ ഉപ്പ അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ എന്നുള്ള ആ ഒരു വലിയ സത്യം. മാതാവിനെക്കുറിച്ച് ധാരാളം വായനകളിലൂടെ പ്രഭാഷണങ്ങളിലൂടെ ഒക്കെ നമ്മൾ കേൾക്കും. അതങ്ങനെ വേണ്ടതാണ്. മാതാവ് അനിർവചനീയമായ ഒരു വലിയ യാഥാർത്ഥ്യവും അതിലുപരി ഒരു സ്നേഹത്തിൻ്റെ സർവസ്വവുമാണ്. എന്നാൽ നിശബ്ദമായ ഒരു സ്നേഹം, നിശബ്ദമായ ഒരു ഒരു യാന്ത്രികമായി നമുക്ക് വേണ്ടി മെഴുകുതിരി പോലെ ഒരുങ്ങി സ്വയം ഇല്ലാതെയാകുന്ന വലിയൊരു സത്യത്തിൻ്റെ പേരാണ് പിതാവ് എന്നുള്ളത്. മാതാവും പിതാവും അങ്ങനെയാണ്. ഞാൻ അടുത്ത് ഒന്ന് വായിക്കാൻ കഴിഞ്ഞു. ഒരു ചെറിയ ഒരു കുറിപ്പിൽ വായന ഇങ്ങനെ വായിക്കാനാണ് കഴിഞ്ഞത്. ഒരു മാതാവും പിതാവും അടുത്ത് നിൽക്കുകയാണ്. 10, 12, 14 വയസ്സിലെത്തി നിൽക്കുന്ന ഒരു മോന്. രണ്ടുപേരും കൂടെയുണ്ട്. അവരുടെ മുന്നിലൂടെ വന്ന് മാതാവിനോട് നോക്കി, ഞാൻ പുറത്തു പോവാണ്, എപ്പോഴാണ് തിരിച്ചു വരിക എന്ന് സ്നേഹത്തോടെ ഉമ്മ ചോദിക്കുമ്പോൾ ടൈം പറഞ്ഞ് ആ മകൻ അങ്ങനെ ഇറങ്ങിപ്പോവാണ്. ആ ഉപ്പയുടെ ചിന്തയാണ് ആ കുറിപ്പിലൂടെ കാണാൻ കഴിഞ്ഞത്. ഉപ്പ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഉമ്മയെ അവൻ എത്രയോ ആദരിക്കുന്നു, സ്നേഹിക്കുന്നു. ഉമ്മയോട് അവൻ യാത്ര പറയുന്നു. അത് വേണം, വളരെ സന്തോഷമാണ്. പക്ഷേ ഉപ്പ എന്ന് പറയുന്ന, ഞാൻ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം ഇവിടെ തൊട്ടടുത്ത് നിൽക്കുമ്പോഴും ഒരു തവണയെങ്കിലും എൻ്റെ മുഖത്തേക്ക് വന്ന് നോക്കി ഉപ്പ പോയി വരട്ടെ എന്ന് ചോദിക്കാൻ അവനക്ക് കഴിഞ്ഞില്ലല്ലോ. ഒരുപക്ഷെ ഉമ്മയെ അവൻ അടുത്തറിയുന്നു. ഉമ്മ എന്ന് പറയുന്ന സ്നേഹത്തിൻ്റെ മുന്നിൽ അതിന് ഉമ്മയുടെ തഴുകി തലോടലായി, ഉമ്മയുടെ സ്നേഹസ്പർശമായി അതെല്ലാം അവൻ അനുഭവിക്കുമ്പോൾ ഒരുപക്ഷെ നേരിട്ട് അവൻ അനുഭവിക്കാത്ത തരത്തിൽ ഉമ്മയേക്കാൾ ഒരുപക്ഷെ ടെൻഷനോട് കൂടെ തൻ്റെ മകൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, അതിൻ്റെ നിമിഷങ്ങൾക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയ, ഉറക്കമൊഴിച്ച ഒരു സ്നേഹത്തിൻ്റെ പേരാണ് ഉപ്പ എന്നുള്ളത്. ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത്, ആ മാതാപിതാക്കളോട് കരുണ ചെയ്തില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയാണ്, ജിബ്രീൽ അലൈഹി ഇസ്ലാം ദുആ ചെയ്തു, അവന് എന്തായിട്ടും കാര്യമില്ല, അള്ളാഹു റഹ്മത്തിന് തൊട്ടവൻ അകറ്റട്ടെ എന്ന് ദുആ ചെയ്യുകയും ഞാൻ ആമീൻ പറയുകയും ചെയ്തു. രണ്ടാമത് ആമീൻ പറഞ്ഞതോ, ഈ പ്രപഞ്ചം സൃഷ്ടിക്കാൻ കാരണഭൂതരായ എൻ്റെ നാമം ഒരാളുടെ സമക്ഷം പറയുമ്പോൾ ഒരാദരവോടെ ഒരു സ്വലാത്ത് ചെല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ അവനെയും അള്ളാഹു റഹ്മത്തിനെ തൊട്ട് വിദൂരമാക്കട്ടെ. മലക്ക് ദുആ ചെയ്തു, ഞാൻ ആമീൻ പറഞ്ഞു. മൂന്നാമത് പറഞ്ഞതാണ് നമ്മുടെ ഈ വിഷയമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതിങ്ങനെയാണ്, ഒരാളുടെ ജീവിതത്തിൽ റമളാൻ ആഗതമാകുന്നു.
റമദാൻ വന്നു പോയിട്ടും അവനക്കൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ പാപങ്ങൾ പുറത്തില്ല. അവൻ്റെ ഉള്ളിലുള്ള ആ പൈശാചികതയെ ഇല്ലാതാക്കാൻ അവനക്ക് കഴിഞ്ഞില്ല. എല്ലാ ആളുകളിലും പൈശാചികതയുണ്ട്. എല്ലാ ആളുകളിലും മനുഷ്യത്വരഹിതമായ ആശയങ്ങളോ അതിനുള്ള താല്പര്യങ്ങളോ കൂടെയുണ്ട്. പലപ്പോഴും ആ ഒരു താല്പര്യങ്ങളല്ലേ എത്രയോ മനുഷ്യരുടെ ജീവിതം ഹോമിക്കപ്പെടേണ്ടി വന്നത്. എത്രയോ പാവങ്ങളായ ആളുകളെ എന്തിനൊക്കെ പേരിലാണെങ്കിലും അറുകൊല ചെയ്യപ്പെടേണ്ടി വരുന്നത്. കാരണം അവനിലുള്ള ആ മനുഷ്യത്വത്തിന് പകരം അതിനെ കീഴ്പ്പെടുത്തും വിധം അവനിലുള്ള പൈശാചികതയും അവനിലുള്ള മൃഗീയതയും അത് ശക്തിയെ പ്രാപിക്കുമ്പോഴാണ് അവനല്ലാതെയാകുന്നത്. അപ്പോഴാണ് ഈ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആ ഒരു മനുഷ്യത്വത്തെ കൃത്യമായി രൂപപ്പെടുത്താൻ റമദാൻ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ, റമദാൻ അവന് മാറ്റങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ, അവൻ്റെ സട്ടാവിനടുക്കൽ അവനക്ക് കൊള്ളാവുന്ന ഒരു മാനസിക സാഹചര്യത്തിലേക്ക് അവൻ എത്തിച്ചില്ലെങ്കിൽ അവനെയും അള്ളാഹു റഹ്മത്തിനെ തൊട്ട് വിദൂരത്താക്കട്ടെ എന്ന് ദുആ ചെയ്തു. ഞാൻ ആമീൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ബഹുമാന്യ സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലുള്ള നമ്മൾ ഈ റമദാൻ കൊണ്ട് ഉണ്ടാക്കേണ്ട ഒരു കാര്യം നേരെ പശ്ചാത്താപ മനസ്സുമായി അള്ളാഹുവിലേക്ക് അടുക്കുക എന്നതാണ്. ആ പശ്ചാത്താപം വളരെ അനിവാര്യമാണ്. ആ അനിവാര്യമാകുന്ന പശ്ചാത്താപം തൗബയിലൂടെ നമുക്ക് സാധ്യമാക്കാൻ കഴിയും. അതുകൊണ്ട് കൃത്യമായി തൗബ ചെയ്യുക. മറ്റൊരു കാര്യം, റമദാൻ കൊണ്ട് ക്ഷമ നമുക്കുണ്ടാക്കാൻ കഴിയണം. നോമ്പ് തന്നെ ഒരു ക്ഷമയല്ലേ? മനുഷ്യനെ ക്ഷമയിലൂടെ അള്ളാഹു എന്ത് പറയാണ്? ക്ഷമയിലൂടെ അവനെ അള്ളാഹു എല്ലാ പ്രതിസന്ധികളും തൃണവൽക്കരിക്കാനും എല്ലാ പ്രതിബന്ധങ്ങളും തട്ടിമാറ്റാനും അതിലൂടെ കൃത്യമായ ഒരു മാനുഷിക ജീവിതത്തിൻ്റെ മനോഹാരിത കാണാനുമുള്ളൊരവസ്ഥയിലേക്ക് അള്ളാഹു ക്ഷമയിലൂടെ അവനെ കൊണ്ടുവരികയാണ്. പലപ്പോഴും ക്ഷമകൾ ഇല്ലാതെ പോകുന്നതാണ് ഏറെ അപകടങ്ങളും അബദ്ധങ്ങളും ഉണ്ടാകുന്നത്. പെട്ടെന്ന് പ്രകോപിതനാകുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ദുരന്തങ്ങൾ വിളിച്ചു വരുത്തുന്നത്. അത് കുടുംബജീവിതത്തിൽ പോലും കലഹങ്ങൾ ഉണ്ടാക്കുന്നു. സ്നേഹനിധികളായ ദമ്പതികളാണ്, ഭാര്യ ഭർത്താക്കന്മാരാണ്. ഒരു നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിൽ പെട്ടെന്നുള്ളൊരു കോപത്തിൻ്റെ, പെട്ടെന്നുള്ള ഒരു എടുത്തുചാട്ടത്തിൻ്റെ പരിണിതഫലമായി ആ ജീവിതം തന്നെ നഷ്ടപ്പെടേണ്ടി വരുന്നു. അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ക്രൂരമായി ശിക്ഷകൾ ഏൽക്കേണ്ടി വരുന്നു. അപ്പോൾ ഇതിനൊക്കെ വേണ്ടത് അതിനെല്ലാം തണുപ്പിക്കുന്ന ദേഷ്യങ്ങളെല്ലാം തണുപ്പിക്കാനുള്ളൊരു ക്ഷമ നേടിയെടുക്കുക എന്നതാണ്. ഇവിടെ ക്ഷമ നമ്മളറിയാതെ അള്ളാഹു നമ്മിലൂടെ റമദാനിൽ ഉണ്ടാക്കിയെടുക്കുന്നു. നേരെ രാവിലെ മുതൽ സുബഹി മുതൽ വെള്ളം കുടിക്കാൻ ആഗ്രഹമുണ്ട്, ക്ഷമയോടെ വേണ്ട. അതുപോലെ തന്നെ തൻ്റെ പ്രിയപ്പെട്ടവൾ തൊട്ടടുത്തുണ്ടെങ്കിലും വൈകാരിക ആശയങ്ങളും ആവേശങ്ങളും ഒക്കെ വരുമ്പോഴും ഇല്ല, റമദാൻ ഒരിക്കലും അതിന് പറ്റിയ ഒരു സമയമല്ല. ക്ഷമയോടെ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും എത്രത്തോളം റമദാൻ നോമ്പിൽ ഒരാളെ ചീത്ത പറയുമ്പോൾ, ഒരാളെ ശകാരിക്കുമ്പോൾ പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചെന്താണ്? തിരിച്ചങ്ങോട്ട് പറയണ്ട, നീ നോമ്പുകാരനാണ്, നീ ഇങ്ങനെ പറഞ്ഞാൽ മതി. അന സ്വായിമുൻ, ഞാനൊരു നോമ്പുകാരൻ. നിന്നെ അകാരണമായി മർദ്ദിക്കാൻ വരികയാണ്, അനാവശ്യമായി ചീത്ത പറയാൻ വരികയാണ്. ആ സമയത്ത് തത്തുല്യമായ പ്രതികരണം അല്ല വേണ്ടത്, മറിച്ച് ഞാനൊരു നോമ്പുകാരനാണ് എന്ന ആ നോമ്പിൻ്റെ ഗുണമേന്മ അത് പ്രകടമാക്കി അതിലൂടെ നിൻ്റെ ആ മനുഷ്യത്വത്തിൻ്റെ ആ മനോഹാരിത അത് രൂപപ്പെടുത്തുന്ന ഒരു പ്രവർത്തനങ്ങളാണ് നോമ്പിൽ വേണ്ടത് എന്ന് പറയുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, ഈ രണ്ട് കാര്യങ്ങൾ ഈ നോമ്പിൻ്റെ തുടക്കങ്ങളാണ്. നേടിയെടുക്കാൻ നമുക്ക് കഴിയണം. തൗബ അനിവാര്യമാണ്. എല്ലാ പാപങ്ങളിൽ നിന്നും സിട്ടാവിൻ്റെ അടുക്കൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ട് മോചനം ചോദിക്കുന്നതിനാണ് തൗബ എന്ന് പറയുന്നത്. അതുപോലെ ക്ഷമ നേടിയെടുത്ത് മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് സുന്ദര മനോഹരമായ നിമിഷങ്ങൾ നാളെ നേടാൻ ഈ നോമ്പുകളൊരു പ്രചോദനമാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ സൗഖ്യങ്ങളും നേരുന്നു. അള്ളാഹു സൽഗുണസമ്പന്നമായ ജീവിതം സാധ്യമാക്കട്ടെ. അവസാനം ഒരു വിശ്വാസത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രഖ്യാപനത്തോടെ വിടവാങ്ങാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം ഇവിടെ ചോദിക്കുന്നു. വാഹിർ ദഅവത്തി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.